എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ചായ തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ, കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം അവർക്ക് കഴിക്കാനുള്ള ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് ഈ ഒരു രീതി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ക്രിസ്പി ആയിട്ടുള്ള ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതേ സെയിം കപ്പിൽ 1 കപ്പ് അളവിൽ മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ മൈദയിൽ മാത്രമായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ അയമോദകം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കഴുകിയിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആ ഉപ്പും അയമോദകവും എള്ളും എല്ലാം ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം. സോൾട്ടഡോ അൺസോൾട്ടഡോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഓയിൽ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ കൈകൊണ്ട് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം കുഴച്ചെടുക്കാനായിട്ട്. ഈ ഓയിൽ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ കൈകൊണ്ട് യോജിപ്പിക്കുക. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കേണ്ടതാണ്. നോർമലായിട്ടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ചായ തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഇനി 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം മയപ്പെടുത്തി എടുക്കുന്നതോ അത്രത്തോളം നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 2-3 മിനിറ്റും കൂടെ ഞാനൊന്ന് കുഴച്ചൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുരട്ടാനായിട്ട് ഒരു ചെറിയൊരു കോട്ടിങ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയം മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുള്ളൂ. ഇനി പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ലെയറായിട്ടാണ്. അപ്പോൾ അതിനുള്ളിൽ ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലോട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു പേസ്റ്റ് പരുവത്തിലായി കിട്ടത്തക്ക രീതിയിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൈദയോ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിലുള്ള ഒരു കൂട്ടാണ് നമുക്ക് ആവശ്യം. ഇതിനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവെല്ലാം ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ചപ്പാത്തി തയ്യാറാക്കുന്ന രീതിയിലുള്ള ബോളുകളായിട്ട് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ഈസി ആണല്ലോ. ഒരു 10 ഷീറ്റ് തയ്യാറാക്കി എടുക്കാനുള്ള ബോൾസ് ഈ 2 കപ്പ് പൊടിയിലുണ്ട് നമുക്ക്. ഇനി ലേശം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. കനം കുറച്ച് തന്നെ പരത്തിയെടുക്കേണ്ടതാണ്. അങ്ങനെ ആദ്യത്തെ ഷീറ്റ് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ഷീറ്റുകൾ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം. ആദ്യം നമ്മൾ കനം കുറച്ചാണ് പരത്തിയെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. 5 ഷീറ്റ് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ രീതിയിൽ തന്നെ കനം കുറച്ച് പരത്തിയെടുത്തതാണ്. ഇനി നമുക്ക് ലേശം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യത്തെ ഷീറ്റ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മൈദയും ഓയിലും കൂടെ ചേർന്നിട്ടുള്ളൊരു കൂട്ട് തയ്യാറാക്കിയല്ലോ, അതാണ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഓയിലും മൈദയും ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ട് ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ലേശം മൈദ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് തൂക്കി കൊടുക്കണം. എന്നിട്ട് അടുത്ത ലെയർ ഷീറ്റും ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ഷീറ്റിലും ഇതേപോലെ തന്നെയാണ്. ഓയിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൈദയും ഓയിലും ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ലേശം പൊടിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കും. അങ്ങനെ 5 ഷീറ്റും ഇതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. 5 ഷീറ്റ് നമ്മൾ ആദ്യത്തെ ഇതിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളൂ. 5 ഷീറ്റ് വെച്ചിട്ട് ആദ്യത്തേത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നീട് ബാക്കിയുള്ള 5 ബോൾസ് കൂടെ ഉണ്ടല്ലോ, അതും പരത്തി ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റ് ഇനി 2 സൈഡിൽ നിന്നും
ഒരുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ മടക്കിയെടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് വീണ്ടും ഒന്ന് മടക്കി ഒരു സ്ക്വയർ ആയിട്ട് നമ്മൾ മടക്കിയെടുക്കും. രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇനി ഇത് പരത്തി നമുക്കൊന്ന് ഷീറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ഒത്തിരി അങ്ങ് കനം കുറച്ചല്ല, ഇച്ചിരി തിക്കായിട്ട് തന്നെ പരത്തി നമുക്ക് ഷീറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ലേശം പൊടിയൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പൊടിയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിലൊക്കെ ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കനം കുറച്ചല്ല, ഇച്ചിരി കട്ടിക്ക് തന്നെ. ഇനി ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് വീതി കൂട്ടി വേണ്ട, ചെറിയ ഒരു വീതിക്ക് നമുക്ക് ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ കൂടെ കൂട്ടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാകും. അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള സ്നാക്സ് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയിലും മൈദയിലുമായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കട്ട് ചെയ്ത ശേഷം ഇനി നെടുകെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഓരോ നീളത്തിൽ കട്ട് ചെയ്ത ഷീറ്റും നമ്മൾ ഇങ്ങനെ നടുകെ ഇച്ചിരി നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കാരയുണ്ടല്ലോ, അതാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 1 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങ് ഡയമണ്ടൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെയല്ല, ഇച്ചിരും കൂടെ നീളത്തിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബേക്കറിയിലൊക്കെ കിട്ടുന്ന കാരയുണ്ടല്ലോ, വളരെ മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു കാര റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇവിടെ നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഒന്നൊന്നിനോട് മുട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് എണ്ണയൊന്ന് ചൂടായ ശേഷം മാത്രമാണ് പീസസ് ഇട്ട് കൊടുത്തേക്കുന്നത്. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. കാരണം ഇച്ചിരി ലെയറായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചാൽ മാത്രമേ വെന്ത് കിട്ടുകയുള്ളൂ. അല്ലെ പുറവശം പെട്ടെന്ന് തന്നെ മൂത്ത് വരും, അകവശം വേകുകയില്ല. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്ത് രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. ബാക്കിയുണ്ടായിരുന്ന ബോൾസുകൾ ഇതുപോലെ പരത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവയെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ സ്നാക്സും ഞാൻ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോഴേ അറിയാം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്സ് തന്നെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ചൂടാറിയ ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാനുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. 1 കപ്പ് മൈദയും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ കുറേ അധികം ദിവസം തന്നെ നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അയമോദകമൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ പലഹാരത്തിന്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പലഹാരം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.